പറയണം. യജ്ഞശിഷ്ട അശിനഃ. യജ്ഞം ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ ആഹരിക്കുന്ന എന്നാണ് യജ്ഞശിഷ്ട അശിന എന്നുള്ള വാക്കിന്റെ അർത്ഥമെങ്കിലും ഇവിടെ അങ്ങനെയല്ല. വാച്യാർത്ഥം അതാണെങ്കിലും അതല്ല. അതായത് യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രസാദമായിട്ട് കിട്ടുന്നത്, ഇപ്പൊ നേദിച്ചതാണെങ്കിൽ നേദിച്ചത്, ഹോമം ചെയ്തതാണെങ്കിൽ സമ്പാദം എന്ന് പറയും. ഹോമം ചെയ്യുന്നതിന്റെ ഒരു കുറച്ച് നിശ്ചിത ഭാഗം നമ്മൾ ഹോമം ചെയ്യാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തിരിച്ച് ഇതിലേക്ക് തന്നെ സ്വീകരിക്കും. ഹോമം ചെയ്തതിന്റെ ശേഷം ബാക്കിയുള്ളത് ഇത്തിരി സ്വീകരിക്കും. അപ്പോൾ നമ്മളൊരു 10 വറ്റ് അല്ലെങ്കിൽ 10 സ്പൂണ് നമ്മൾ ഹോമിക്കുകയാണെങ്കിൽ അതിൽ 1 സ്പൂണ് നമ്മൾ എടുത്തേക്കും, ബാക്കി 9 ഹോമിക്കും. അങ്ങനെയാണ്. അത് 10-1 അതല്ലെങ്കിൽ അതിലും കൂടുതലാവാം, 1000-1 പലതരത്തിലാണ് സമ്പാദം എന്നാണ് അതിന് പറയുക. അതാണ് ഇവിടെ പ്രസാദം. യജ്ഞശിഷ്ടം എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. അപ്പൊ യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞത്തിന്റെ ഉപയുക്തത്തിന് വേണ്ടിയിട്ട് സംഭരിച്ചതായിട്ടുള്ള സാധനങ്ങളിൽ ബാക്കി വന്നു വെച്ചാൽ അത് മുഴുവൻ മഹാദേവനാ, അത് നമുക്കല്ല. മനസ്സിലാവുണ്ടാവും വിചാരിക്കണു. യജ്ഞശിഷ്ടം എന്നുള്ളത് യജ്ഞത്തിന് നാം ഹോമിക്കാൻ വേണ്ടിയിട്ടോ നേദിക്കാൻ വേണ്ടിയിട്ടോ കൊണ്ടുവന്നതില് ആ പാത്രത്തിൽ അത്രേ കൊള്ളുള്ളൂ, അതുകൊണ്ട് അത് മുഴുവൻ എടുത്തു. അതേപോലെ തന്നെ ഹോമിക്കാൻ ഇത്രയാണ്, മന്ത്രങ്ങളെ ഇത്രയാണ്, ഇത്ര തവണയാണ് ചെയ്യേണ്ടത്, അപ്പൊ അതിൽ ബാക്കി വന്നു. ആ ബാക്കി വന്ന ദ്രവ്യമായാലും ധനമായാലും അതൊക്കെ മഹാദേവനുള്ളതാ. അപ്പൊ അത് ആ യജ്ഞശിഷ്ടം അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ യജ്ഞശിഷ്ടം എന്ന് ഉദ്ദേശിച്ചത് ഹോമിക്കാൻ എടുക്കുന്നതിന്റെ സമ്പാദം, നേദിച്ച് ആ പ്രസാദം, അതാണ് യജ്ഞശിഷ്ടം ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ യജ്ഞശിഷ്ട അശിനഹ, അത് കഴിക്കുന്ന ഒരാള്, പ്രസാദം കഴിക്കുന്ന ഒരാള്, സന്തഹ, അവരാണ് സജ്ജനങ്ങൾ. എന്താ പറഞ്ഞു വന്നത്? ഇവിടെ നേദ്യങ്ങളോ പ്രസാദങ്ങളോ കഴിക്കുന്നയാള് സജ്ജനാണെന്നാ പറഞ്ഞു തന്നത്. അതല്ല അതിന്റെ അർത്ഥം. നമ്മൾ നേടുന്നതായിട്ടുള്ള ഈ ജ്ഞാനത്തെ ഇതേപോലെ യജ്ഞമായിട്ട് ചെയ്യുന്നു എങ്കിൽ അതിൽ ബാക്കി വരുന്നത് അല്ലെങ്കിൽ അതിന്റെ സമ്പാദം, ഇപ്പോൾ നിങ്ങൾ ഈ യജ്ഞത്തെ ഞാൻ പറയുന്നതിനെ കേൾക്കുന്നു, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത്, ഞാൻ എന്താണോ നിങ്ങളെ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച് പറയുന്നത്, അത് എല്ലാവർക്കും ഒരേപോലെ ശ്രവിച്ചതിനെ മനസ്സിലാക്കാനുള്ള, പറയുന്ന എനിക്കും അത് കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവില്ലായ്മ, ഇങ്ങനെ പല കാരണങ്ങളും സംഭവിക്കാം. പക്ഷെ ജീവാത്മാവ് ബ്രഹ്മാംശമായതുകൊണ്ട്, ഈശ്വരാംശമായതുകൊണ്ട് ആ ജീവൻ അർഹതപ്പെട്ടതിനെ ആ ജീവൻ സ്വീകരിക്കും. ആ സ്വീകരിച്ചത് ആണ് എൻ്റെ ഈ സമ്പാദം. അപ്പോൾ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് എനിക്ക് സമ്പാദ്യമല്ല, എനിക്ക് സമ്പാദമല്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അപ്പോ ഇത് സ്വീകരിക്കാനും വേണം ഒരു യോഗ്യതയും അർഹതയും, അപ്പോഴേ അത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടില്ല. നമ്മൾ സാധാരണഗതിയില് ഭാഷ അറിയാതെ കണ്ട് എന്നാൽ വായിക്കാൻ അറിയും ചെയ്യും എന്ന രീതിയിൽ വായിക്കുമ്പോൾ കിട്ടുന്നത്, നമ്മളൊരു മരുന്ന്, ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ വാങ്ങിക്കഴിച്ചു, ഹോമിയോപ്പതി മരുന്ന് നമ്മൾ വാങ്ങിക്കഴിച്ചു, അതിന്റെ സ്വാദും അറിയില്ല, പക്ഷേ രോഗം മാറുന്നുമുണ്ട്. നമുക്കൊന്നും അറിയില്ല, പക്ഷെ കാര്യം നടക്കണ്ട് എന്ന കൂട്ടത്തിലും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇത് ജ്ഞാനയജ്ഞമായതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള അത് തന്നെ നമുക്ക് കിട്ടണം. എന്താണ് ഇതില് വ്യാസൻ ഉദ്ദേശിച്ചത്? വ്യാസൻ ഉദ്ദേശിച്ചത് ശ്രീകൃഷ്ണനെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞപ്പോ എന്താണ് കൃഷ്ണൻ അർജുനന് കൊടുത്തപ്പോൾ അർജുനൻ സ്വീകരിച്ചത്, അത് തന്നെ നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അത്ര കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോ യജ്ഞശിഷ്ട അശിനഹ എന്നത് എത്രത്തോളം നമുക്ക് ആ ഒരു ഭാവത്തിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ യജ്ഞമായിട്ട് സ്വീകരിക്കണേ എന്ന സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് കർമ്മയോഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഭഗവാൻ അതിനുള്ള അർഹത തരും. അപ്പോ ഈ യജ്ഞശിഷ്ട അശനൻ ആയിട്ട് നമുക്ക് മാറാനും സാധിക്കും. അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കണം. ദേഹം മാത്രം പോരാ.
ദേഹവും വേണം, മനസ്സും വേണം, ബുദ്ധിയും വേണം. കേട്ട് കഴിഞ്ഞാൽ അപ്പളേക്കപ്പളെ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇത് അതായിരിക്കാം എന്ന് ആദ്യം ഗസ് ചെയ്യണം, ഊഹിക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അത് ശരിയാണ് ഉറപ്പിക്കണം. എന്നിട്ട് അത് നമ്മൾ സ്വീകരിക്കണം. അപ്പോഴേ എന്തായുള്ളൂ, എനിക്കത് മനസ്സിലായി എന്നായുള്ളൂ. ഇനി അത് ദക്ഷിണയാവണം. അത് മറ്റൊരു തരത്തിൽ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ഗുരുവിനോ പറഞ്ഞു കൊടുക്കണം. നാലാമത്തെ ഭാവത്തിലെ എന്തായുള്ളൂ, ഇത് എനിക്ക് മനസ്സിലായി. അപ്പൊ യജ്ഞശിഷ്ട അശിനഹ ആരാണ്? മുഴുവൻ മനസ്സിലാക്കിയിട്ട് അതിനെ ആഹരിക്കുന്നവരാണ്, ജ്ഞാനത്തെ സ്വീകരിക്കുന്നവരാണ്, ആഹാരത്തെ ഭുജിക്കുന്നവരാണ്, നല്ല ഓക്സിജനെ ശ്വസിക്കുന്നവരാണ്, ദാനത്തെ കൊടുത്ത് ആ സ്വീകരിക്കുന്നയാൾക്ക് അതിൻ്റെ ഉപയോഗം വളരെ നന്നായിട്ട് കിട്ടുന്നവരാണ്. അത്രയും പ്രാധാന്യമുണ്ട് യജ്ഞശിഷ്ട അശിനഹ. സന്തഹ അവരാണ് സജ്ജനങ്ങൾ. ഇപ്പൊ നമ്മളൊക്കെ സജ്ജനങ്ങളല്ലേ ചോദിക്കും. നമ്മളൊക്കെ സജ്ജനങ്ങളാണ്. നമ്മൾ ഒരർത്ഥത്തിൽ മാത്രമേ സജ്ജനങ്ങളാവുള്ളൂ. എങ്ങനെ? നമ്മൾ ആരെയും കുത്തിക്കൊല്ലാൻ പോണില്ല, നമുക്ക് ഹിംസ ചെയ്യണമെന്ന് ആഗ്രഹമില്ല, മറ്റൊരാളെ ഉപദ്രവിക്കണമെന്ന് വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ അന്യന്റെ മുതൽ കക്കണമെന്നോ ഇതൊന്നും നമുക്ക് ആഗ്രഹമില്ല. അപ്പൊ നമ്മൾ സജ്ജനങ്ങളാണ്. പിന്നെ പുരാണങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഞാൻ ഇഷ്ടാ ഗുരുവായൂരപ്പ നാരായണ എന്തായാലും പറയാ സഹസ്രാമം ചെല്ലുന്നുണ്ട്, വൈകുന്നേരം വേറെ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. നമ്മളൊക്കെ കേമന്മാരാ, നമ്മളൊക്കെ സജ്ജനങ്ങൾ തന്നെയാണ്. പക്ഷേ സന്തഹ ആവണമെങ്കിൽ എന്ത് വേണം? ഈ യജ്ഞശിഷ്ട അശനന്മാരാവണം. ഇനി സർവകിൽബിഷൈഹി മുച്യന്തേ, ഇങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് എല്ലാവിധ പാപങ്ങളിൽ നിന്നും കിൽബിഷങ്ങളിൽ നിന്നും, പാപം എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഈ ദോഷങ്ങൾ ഏതൊക്കെയാണോ 41 തരത്തിൽ നമ്മെ ബാധിക്കുന്നത് അത് മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു. മുച്യന്തേ, നമ്മൾ അതിൽ നിന്നും മോചനം നേടുന്നു. നമ്മൾ മുക്തരായി കഴിഞ്ഞാൽ, ഈ ചീത്തകളിൽ നിന്ന് മുഴുവൻ മുക്തരായി കഴിഞ്ഞാൽ അതാണ് പാപമോചനം. അതുകൊണ്ട് പാപമോചനം എന്ന അർത്ഥം കൊടുത്തു. അപ്പോൾ സർവ കിൽബിഷൈഹി, ഒന്നും ബാക്കി വരില്ല. കടം ബാക്കി ഉണ്ടെങ്കിൽ കിൽബിഷ. നമ്മൾ ഗതികേട് കൊണ്ടാണ് നമ്മൾ കടം വാങ്ങിയത്, കൊടുക്കാൻ നമുക്കൊട്ട് പറ്റിയതുമില്ല, പക്ഷെ നമ്മൾ പാപിയായിട്ട് തീർന്നു. അപ്പോ നമ്മിൽ ബാക്കിയില്ലാത്ത ചീത്തകൾ മുഴുവൻ സീറോ ആക്കാൻ സാധിച്ചു എങ്കിൽ ആ ആള് സജ്ജനം തന്നെയാണ്. അതെങ്ങനെ കിട്ടുള്ളൂ? യജ്ഞശിഷ്ട അശനന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അശനൻ എന്നുള്ളത് സിംഗുലർ. പിന്നെ അതിന്റെ അടുത്ത ഭാവമാണ് അശിനഹ, അങ്ങനെ കഴിച്ചയാൾ. അശനന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്നയാൾ, അശിനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചയാൾ. പാസ്റ്റ് ടെൻസ് ഭൂതകാലം. അവര് സജ്ജനങ്ങളായിക്കൊണ്ട് സർവകിൽബിഷൈഹി മുച്യന്തേ, അവര് ഈ കിൽബിഷങ്ങളിൽ നിന്നും മോചനം നേടുന്നു. ആത്മകാരണാത്, എന്തുകൊണ്ടാണ് ഓരോരുത്തരും ഇതേ രീതിയിൽ സമ്പാദിക്കുന്നത്? ചിലർക്ക് ജീവന്റെ ആവശ്യത്തിന്, ശുദ്ധീകരണത്തിന്, ചിലർക്ക് ശരീരത്തിന്റെ ആവശ്യത്തിന് വ്യത്യാസം ഉണ്ടാവാം. അത് ഈ കാമങ്ങൾക്ക് അടിസ്ഥാനത്തിലല്ല വരിക. ആത്മകാരണാത്, ഇത് അവനവന് വേണ്ടിയിട്ട് മാത്രം. പചന്തി, അങ്ങനെയാണ് ഇത് പാകം ചെയ്യുന്നത് എങ്കിൽ, ഇപ്പൊ നമ്മള് ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംഭാരങ്ങളും ഒരുക്കി വെച്ചു, അത് ചെയ്തു. അവിടെ പാകം ചെയ്യുന്നത് ഈ പായസം ഉണ്ടാക്കലല്ല, ഈ ഹോമം ചെയ്യലത് ഉൾപ്പെടെയുള്ള സകലതും കൂടിയാലാണ് പചന്തി. പചന്തി എന്നുള്ള വാക്യാർത്ഥം പാകം ചെയ്യുന്നു. എന്താ പാകം ചെയ്യണത്? ഇതിനെ ഇപ്രകാരത്തിൽ ദൂരീകരിക്കാം, നഷ്ടപ്പെടുത്താം, ഇല്ലാണ്ടാക്കാം, പാപത്തിൽ നിന്നും മോചനം നേടാം എന്ന രീതിയിൽ ചെയ്യുന്നതായിട്ടുള്ള ഓരോ പ്രവൃത്തിയും അങ്ങനെ വേണം. അത് ഭഗവാന്റെ ഒരു ആജ്ഞ പോലെയാ സ്വതേ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആജ്ഞയായിട്ടല്ല, ഇവിടെ വേറൊരു തരത്തിലാ പറയാൻ പോണേയുള്ളൂ. അപ്പോൾ ആരാണോ ഇപ്രകാരത്തില് ആത്മകാരണാത് പചന്തി, ഇനി പറയാൻ പോകുന്നത് നെഗറ്റീവാണ്. എന്താ നെഗറ്റീവ് പറയണത്? തേ പാപാഹാത്തു അഖം ഭുഞ്ജതേ. ഇങ്ങനെ എനിക്ക് വേണ്ടി സ്വാർത്ഥപരമായിട്ട് അന്യൻ്റേത് അവർക്ക് കിട്ടാതെ കണ്ട് അത് മുഴുവൻ ഞാൻ എടുക്കുക എന്ന ഭാവത്തിൽ തമോ ഗുണമായിട്ട് ആരാണോ ഇപ്രകാരം ചെയ്യുന്നത്, സിമ്പിളായിട്ട് പറയുമ്പോൾ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ണാൻ എൻ്റെ ഇല്ലത്ത് ചോറും കൂട്ടാനും പരിപ്രഥമനും പപ്പടവും പായസവും പഞ്ചാര പായസവും ഒക്കെ ഉണ്ടാക്കി.
ഞാൻ ഒരാൾക്കും കൊടുത്തുമില്ല, മുഴുവൻ ഞാൻ തിന്നു. അങ്ങനെയാണെങ്കിൽ ഏ ആത്മകാരണാത്, ആത്മകാരണാച്ച അവിടെ ആത്മകാരണല്ല, ദേഹകാരണാത്. അതെങ്ങനെ വന്നു? സ്വാർത്ഥകാരണാത്. ഇനി അതേപോലെ തന്നെ അത് മറ്റൊരാളിൽ നിന്നും അപഹരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലോ, എന്നിട്ട് പചന്തി ആണെങ്കിലോ, അത് ഞാൻ ആഹരിക്കുകയാണെങ്കിലോ, തേ പാപാഹ, തമോഗുണികളായിട്ടുള്ള പാപികളായി, കുറച്ചും കൂടി അധികമായി. അങ്ങനെയാണെങ്കിൽ തേ പാപാഹ തു, ആ പാപികളാവട്ടെ, അഖം ഭുഞ്ജതേ, മുഴുവൻ പാപത്തെ അനുഭവിക്കേണ്ടി വരുന്നു. മനസ്സിലാവുണ്ടോ? അപ്പോ യജ്ഞശിഷ്ട അശനന്മാരാവണമെങ്കിൽ തന്നെ വളരെ പ്രയാസം. അങ്ങനെ ഒരു ഭാവത്തിൽ നമുക്ക് എത്തണമെങ്കിൽ തന്നെ പൂർവജന്മകൃത പുണ്യം വേണം. ഇപ്പൊ ചിലര് വെക്കേറ്റ് ആയി ഞാൻ പറയാ വിട്ടുപോകുന്നുണ്ട്. ശ്ലോകം മനസ്സിലാക്കാനും പ്രവൃത്തി മനസ്സിലാക്കാനും ഇത് നല്ലൊരു ശ്ലോകം വേറെ ഇല്ല. അപ്പോ അതിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ, ആവർത്തനം ചെയ്ത് അതിനെ നമ്മൾ വീണ്ടും വീണ്ടും സ്വീകരിക്കുന്നത് കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മിൽ അറിയാതെ കിടക്കുന്നതായിട്ടുള്ള പലതും ഈ ശ്രവണം കൊണ്ട് നമ്മിൽ നിന്ന് മോചിപ്പിക്കപ്പെടും, പാപങ്ങളെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അത് പിന്നീട് അടുത്ത നെഗറ്റീവ് എങ്ങനെയാ പറഞ്ഞത്? നാം നമുക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ അത് ഭൗതികാണ്, ലൗകികാണ്. ഈ ശ്രവണം എന്നത് ഭൗതികല്ല, ലൗകികല്ല. ഭാവത്തില് ശ്രവണം എന്നത് നാം ഇവിടെ ഇരിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കണം, അത് ഭൗതിക. പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന ഗുണഫലങ്ങൾ മുഴുവൻ ജീവനാ. നാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ലെങ്കിലും നമ്മുടെ ജീവൻ ഇതിനെ ശ്രവിച്ചെടുക്കുന്നുണ്ട്. എപ്പോഴാണോ ഇത് ഉപയോഗിക്കാൻ സാധിക്കുക അപ്പോ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ വാക്കാണ് അർജുനനോട്. അർജുന, ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല, നിനക്ക് വേണ്ട സമയത്ത് കിട്ടും കേട്ടോ. അതാണ്, അത്ര ഭാവമുണ്ട്.